സഞ്ചാരികളെ മാടിവിളിച്ച് കൈതപ്രത്തെ തൂക്കുപാലം. വണ്ണാത്തിപ്പുഴയുടെ കുറുകെയുള്ള തൂക്കുപാലം കാണുവാനും ക്യാമറയിൽ പകർത്തുവാനും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മനോഹരമായ കൈതപ്രത്തെ കമ്പിപ്പാലത്തിന് മുകളിലാണ്. നമുക്കറിയാം, വണ്ണാത്തിപ്പുഴയെക്കുറിച്ചൊക്കെ കവി അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഒരുപാട് പാടിയിട്ടുണ്ട്. അങ്ങനെ വണ്ണാത്തിപ്പുഴയുടെ തീരത്താണ് നമ്മളുള്ളത്. ഈ കമ്പിപ്പാലത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പിപ്പാലം എന്നും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിൻ്റെ വാർഡ് മെമ്പർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഏട്ടാ നമസ്കാരം. നമസ്കാരം. ഉണ്ട് അല്ലേ? പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് സുജിത്ത്. സുജിത്ത് അല്ലേ? രണ്ടാം വാർഡ് മെമ്പറാണ്. രണ്ടാം വാർഡിലെ മെമ്പറാണ്. എന്താണ് ഈ കമ്പിപ്പാലത്തിന്റെ ചരിത്രം? എന്താണ് കമ്പിപ്പാലത്തിന്റെ ചരിത്രം? പണ്ടൊക്കെ ഇവിടെ കോൺക്രീറ്റ് പാലങ്ങളൊക്കെ സ്വപ്നമായിരുന്നു. പ്രദേശത്ത് അവികസിത മേഖലയായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ബ്രാഹ്മണ സമുദായം കൂടുതൽ പേരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കാലക്രമേണ പാലത്തിൻ്റെ ഒരു ആവശ്യം, ഇവിടെ ഒരു പ്രധാന കടവായി രണ്ട് പ്രദേശങ്ങളെ, കരിങ്കച്ചാലും കച്ചേരിക്കടവും പ്രദേശം, അതുപോലെ തന്നെ ഇപ്പുറം ഇടതുഭാഗം കൈതപ്പം, അപ്പോൾ രണ്ട് പ്രദേശത്തുകാരെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാവരും മുൻകൈയെടുത്ത് ഭരണാധികാരികളും മുന്നേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അധികാരികളൊക്കെ ശ്രദ്ധ വെച്ചു. അതിൻ്റെ ഫലമായി ഒരു 10-20 വർഷം മുമ്പേ ഇവിടെ ഒരു കമ്പിപ്പാലം സ്ഥാപിതമായി. അപ്പോൾ അത് തുടക്കത്തിൽ ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ചാരുതയും ഒത്തിണങ്ങി വരുമ്പോഴേക്ക് ഇതൊരു മനോഹരമായി ടൂറിസ്റ്റിന്, ഒരു സെമി ടൂറിസം മേഖലയ്ക്ക് ഒരു സാധ്യതയുള്ള സ്ഥലമായി മാറി. ഇനി ഈ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പലപ്പോഴും ഈ കമ്പിപ്പാലങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. നമ്മളെല്ലായിടത്തും കോൺക്രീറ്റ് പാലങ്ങൾ വരികയാണ്. പക്ഷേ ഈ നാടിൻ്റെ സൗന്ദര്യത്തെ എന്ന് നിലനിൽക്കണം. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് വരെ ഒരു വളരെയധികം സാധ്യതകളുള്ളൊരു പ്രദേശമാണ് ഈ കമ്പിപ്പാലം പ്രദേശം. എങ്ങനെയാണ് വീണ്ടും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക? തീർച്ചയായും ഒരു നല്ല ചോദ്യമാണ് അത്. അപ്പോൾ എല്ലാ പ്രദേശത്തുകാരും കോൺക്രീറ്റ് പാലമാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ ഈ നാട്ടുകാർ എല്ലാം കൂലിവേല ചെയ്യുന്നവരും അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവരും പ്രകൃതിക്ക് എപ്പോഴും ഒരു മുൻതൂക്കം കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി പരിപാലിക്കണം എന്നൊരു ഒരു സത്യം അവർക്ക് മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇവിടുത്തെ ഗ്രാമീണ ജനതകൾ എല്ലാവരും ഈ കമ്പിപ്പാലം നവീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് ഡിമോളിഷ് ചെയ്ത് ഇതൊരു പുതിയ കോൺക്രീറ്റ് പാലം ചെയ്യണമെന്നല്ല പറയുന്നത്. കോൺക്രീറ്റ് പാലത്തിന് സാധ്യതയുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് കൂടി, അല്ലെങ്കിൽ ഈ സ്ഥലം നമുക്ക് ഇതുപോലെ തന്നെ പരിപാലനമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ കമ്പിപ്പാലം സംരക്ഷിക്കണമെന്ന ഒരു ആവശ്യമാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നിൽ മുന്നിലോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രാമപഞ്ചായത്തിലും അധികാരികൾക്കൊക്കെ നിവേദനം കൊടുത്തു. അതിൻ്റെ ഫലമായി കരുതലും കൈത്താങ്ങും എന്ന മന്ത്രിമാർ പങ്കെടുക്കുന്ന അദാലത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ അദാലത്തിലാണ് പരിഹാരം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നേരിട്ട് ടെൻഡർ ചെയ്ത് ഇപ്പോൾ ഈ നവീകരണ പ്രവൃത്തി ഇവിടെ ഒരു 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും എല്ലാവരുടെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പിപ്പാലം ഇതേപടി സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗന്ദര്യം എല്ലാവർക്കും കാണുന്നതിനും ഇവിടെ വരുന്നതിനും ആസ്വദിക്കുന്നതിനും പ്രകൃതിയെ ആസ്വദിക്കുന്നതിനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.